ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മോളിവുഡിന് ഇത് നല്ല കാലമാണ്. 2024 തുടക്കത്തിൽ തുടങ്ങിയ ബോക്സ് ഓഫീസ് ബൂം മലയാള സിനിമയിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ 4.5 കോടിയോളം രൂപയാണ് കളക്ഷനായി എത്തിയത്. തിയേറ്ററുകളിലെല്ലാം പ്രേക്ഷകർ കൂട്ടത്തോടെ കയറുകയാണ്. ഓഗസ്റ്റ് 15-ന് റിലീസിനെത്തിയ വാഴ, നുണക്കുഴി, തങ്കലാൻ, കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയ മണിച്ചിത്രത്താഴ് എന്നീ സിനിമകളാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുന്നത്. ഇവയിൽ വമ്പന്മാർ വാഴയും നുണക്കുഴിയും തന്നെ. സോഷ്യൽ മീഡിയ താരങ്ങളെ വെച്ചാണ് വാഴ തിയേറ്ററുകളിൽ ഓളം ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ കാലത്തിന് ശേഷം വന്ന ജിത്തു ജോസഫിൻ്റെ കോമഡി ചിത്രമാണ് നുണക്കുഴി. അതുകൂടാതെ ഫാമിലി സ്റ്റാർ ബേസിൽ നായകനും. പ്രേക്ഷകർക്ക് അത് പോരെ. മോളിവുഡിൽ വീണ്ടും കളക്ഷൻ ബൂം ഉണ്ടാക്കുന്ന ഈ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനുകളും പ്രേക്ഷക പ്രതികരണങ്ങളും ഒന്ന് നമുക്ക് നോക്കിയാലോ. സൂപ്പർ ഹിറ്റ് ചിത്രം ഗുരുവായൂർ അമ്പലനടയിലിന് ശേഷം വിപിൻ ദാസിൻ്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. കോമഡിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി, സാഫ് ബോയ്, ജോമോൻ ജ്യോതിർ, ഹാഷിർ, അലൻ, വിനായക്, അൻഷിത് അനു, അശ്വിൻ വിജയൻ, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സോഷ്യൽ മീഡിയ താരങ്ങൾ ബിഗ് സ്ക്രീനിലും നിറഞ്ഞാടിയപ്പോൾ ഈ വാഴകൾ കൊള്ളാമെന്ന് പ്രേക്ഷകരും ഒറ്റ സ്വരത്തിൽ പറയുകയാണ്. ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും തിയേറ്ററുകളിൽ ആരവം ഉണ്ടാക്കുകയാണ് നവാഗതനായ സംവിധായകൻ ഒരുക്കി നവാഗതരായ പിള്ളേരുടെ കൂട്ടം അണിനിരന്ന വാഴ. പ്രേക്ഷകരുടെ മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസിലും ഈ വാഴകൾ മുന്നേറുകയാണ്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസിനെത്തിയ ആദ്യ ദിവസം തന്നെ 1.4 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയ വാഴ 3 ദിവസം പിന്നിടുമ്പോൾ 5.4 കോടിയാണ് കൈക്കലാക്കിയത്. വേൾഡ് വൈഡ് കളക്ഷനായി 7.5 കോടിയും വാഴ ഇതിനകം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക്. ഇതുകൂടാതെ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റായ ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ദിവസം മാത്രം 70,000-ലധികം ടിക്കറ്റുകളാണ് വാഴയുടേതായി വിറ്റുപോയത്. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ ചിത്രമാണ് നുണക്കുഴി. സാധാരണയുള്ള ത്രില്ലർ സിനിമകൾ മാറ്റിവെച്ച് ചിരിക്ക് പ്രാധാന്യം നൽകിയാണ് ജിത്തു ജോസഫ് ഇത്തവണ എത്തിയിരിക്കുന്നതെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ബേസിൽ ജോസഫിൻ്റെ മാനറിസങ്ങളാണ് നുണക്കുഴിയുടെ പ്രധാന ആകർഷണം. ആകാംക്ഷ നിറച്ച ചിരിരംഗങ്ങളാണ് ചിത്രത്തിനെ കുടുംബ പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് പ്രേക്ഷക പ്രതികരണം. ബേസിലിനൊപ്പം ഗ്രേസ് ആൻ്റണിയും സിദ്ദിഖും ബൈജുവും മനോജ് കെ ജയനും അൽതാഫും സൈജു കുറുപ്പും ഒക്കെ ചിരിക്ക് കൂട്ടായെത്തുന്നുണ്ട്. മോശമല്ലാത്ത കളക്ഷനാണ് നുണക്കുഴി സ്വന്തമാക്കുന്നത്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓപ്പണിംഗ് ഡേയിൽ 1.76 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയ സിനിമ 3 ദിവസം പിന്നിടുമ്പോൾ 3.5 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. ട്രാക്കിംഗ് വിവരങ്ങൾ അനുസരിച്ച് 5 കോടിയോളം രൂപയാണ് ഇതിനകം സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. മറ്റൊന്ന് വൻ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ചിയാൻ വിക്രം ചിത്രം തങ്കലാനാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോളാർ ഗോൾഡ് ഫീൽഡ്സിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് സംവിധായകൻ പ. രഞ്ജിത്ത് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ മലയാളി താരങ്ങളായ മാളവിക മോഹനും പാർവതി തിരുവോത്തും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇവരെ കൂടാതെ പശുപതി, ഹരികൃഷ്ണൻ, അൻപു ദുരൈ തുടങ്ങിയ താരങ്ങളും തങ്കലാൻ്റെ ഭാഗമാണ്. എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാൻ തങ്കലാൻ ആയിട്ടില്ല. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയ്ക്ക് തുടർ ദിനങ്ങളിൽ അത് നിലനിർത്താനായില്ല. പ്രദർശനത്തിനെത്തി 3 ദിവസം പിന്നിടുമ്പോൾ 2 കോടിയോളം മാത്രമാണ് തങ്കലാൻ്റെ കേരളത്തിലെ കളക്ഷൻ. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ ചിയാൻ വിക്രമിൻ്റെ തങ്കലാൻ 50 കോടി ക്ലബിലെത്തിയെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ട്. 3 പതിറ്റാണ്ടിന് ശേഷം പുത്തൻ ദൃശ്യമികവിൽ വീണ്ടും എത്തിയ മണിച്ചിത്രത്താഴാണ് മലയാളത്തിലെ മറ്റൊരു റിലീസ്. 1993-ൽ 26 തിയേറ്ററുകളിൽ റിലീസിനെത്തിയ ചിത്രം കഴിഞ്ഞ ദിവസം 100-ലധികം തിയേറ്ററുകളിലാണ് വീണ്ടും പ്രദർശനത്തിനെത്തിയത്. സ്വർഗചിത്രയും മാറ്റ്നി നൗവും ചേർന്നാണ് മണിച്ചിത്രത്താഴിൻ്റെ 4K റീമാസ്റ്റേർഡ് ഡോൾബി അറ്റ്മോസ് പതിപ്പ് പുറത്തിറക്കിയത്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും ഒപ്പം മലയാളത്തിലെ മൺമറഞ്ഞ ഒരുപിടി പ്രതിഭകളും ഒന്നിച്ചെത്തിയ ചിത്രം പ്രേക്ഷകരും ആവേശത്തോടെയാണ് വരവേറ്റത്. കാലങ്ങൾക്ക് ശേഷം തെക്കിനി തുറന്ന് നാഗവല്ലി എത്തിയത് വെറുതെ ആയില്ലെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകളും പറയുന്നത്. ട്രാക്കിംഗ് വെബ്സൈറ്റുകളുടെ കണക്കനുസരിച്ച് 50 ലക്ഷത്തോളം കളക്ഷനാണ് മണിച്ചിത്രത്താഴ് ആദ്യ ദിനം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. അടുത്ത ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നേടുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ. എന്തായാലും നുണക്കുഴിയുമായി എത്തിയ ഫാമിലി സ്റ്റാർ ബേസിലാണോ വാഴയുമായി എത്തിയ സോഷ്യൽ മീഡിയ താരങ്ങളാണോ ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പാറിക്കുകയെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്.